പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയായ ജാപ്പനീസ് സന്യാസിനി സിസ്റ്റർ ആഗ്നസ് സസാഗാവ അന്തരിച്ചു. 93 വയസ്സായിരുന്നു. അവർ ലേഡി ഓഫ് അഗിത എന്ന പേരിൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഒരു പരമ്പര തന്നെ സിസ്റ്ററിന് ലഭിച്ചിരുന്നു. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹാൻഡ്മെയ്ഡ്സ് ഓഫ് ദി യൂക്കരിസ്റ്റ് സന്യാസ സഭാംഗമായ സിസ്റ്റർ 1930 ഒരു ബുദ്ധമത കുടുംബത്തിലാണ് ജനിച്ചത്. ലൂർദിൽ നിന്ന് കൊണ്ടുവന്ന വെള്ളം കുടിക്കാൻ നൽകിയ ഒരു ക്രിസ്ത്യൻ നഴ്സിൻ്റെ സാക്ഷ്യത്തെ തുടർന്ന് ക്രൈസ്തവ വിശ്വാസം സ്വീകരിക്കുകയും പിന്നീട് സന്യാസ ജീവിതം തിരഞ്ഞെടുക്കുകയും ചെയ്തു. 1973 മുതൽ ആത്മീയമായ അനുഭവങ്ങളും ദർശനങ്ങളും ലഭിച്ചുകൊണ്ടിരുന്നു. 1973 ജൂൺ 12 കോൺവെൻറ്റ് ചാപ്പലിലെ സക്രാരിയിൽ നിന്ന് ഉജ്ജ്വലമായ പ്രകാശം പ്രസരിക്കുന്നത് കാണാനിടയായി. പിന്നീടുള്ള 2 ദിവസങ്ങളിലും ഇത് ആവർത്തിച്ചു. തുടർന്ന് സിസ്റ്ററിൻ്റെ 2 കരങ്ങളിലും കുരിശാകൃതിയിൽ മുറിവുണ്ടാവുകയും അതിൽ നിന്ന് രക്തം വരികയും ചെയ്തു. 1974 കോൺവെൻറ്റിലുണ്ടായിരുന്ന തടിയിൽ കൊത്തിയെടുത്ത പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപത്തിൽ നിന്ന് അസാധാരണമായ ശബ്ദം കേട്ടു. ഇതേ തുടർന്ന് സിസ്റ്ററിൻ്റെ കരൾ രോഗം സുഖപ്പെടുകയും കൈകളിലെ മുറിവ് അപ്രത്യക്ഷമാവുകയും ചെയ്തു. അതിൽ ഒരു മുറിവ് പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപത്തിൻ്റെ രൂപത്തിൽ കാണപ്പെട്ടു. തുടർന്ന് അടുത്ത 7 വർഷത്തേക്ക് 101 തവണ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷപ്പെടലുകൾക്ക് സിസ്റ്റർ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാൾ ദിനത്തിലാണ് സിസ്റ്റർ നിത്യസമ്മാനത്തിനായി യാത്രയായതെന്നതും മറ്റൊരു അത്ഭുതമായി.